ശ്രീ GS ജയലാൽ. സർ, ചാത്തന്നൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പരൂർ നഗരസഭയിലെ പരൂർ ഉല്ലാൽ റെയിൽവേ ക്രോസ് മേപ്പാലം നിർമ്മിക്കുന്നതിനായിട്ട് കഴിഞ്ഞ LDF സർക്കാർ കിഫ്ബി വഴി 36.75 കോടി രൂപ അനുവദിക്കുകയും നിർവഹണ ചുമതല RBDCക്ക് നൽകുകയും ചെയ്തു. സർ, ജനങ്ങളുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമാണ് സർ ഉല്ലാൽ മേപ്പാലം. ഈ മേൽപ്പാലം നിർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് സഭയിൽ. സർ, സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചാണ് 11/8/2023 ഉല്ലാൽ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം റെയിൽവേ അവരുടെ വർക്ക് പ്ലാനിൽ ഉൾപ്പെടുത്തിയത്. തുടർന്ന് RBDCക്ക് തയ്യാറാക്കിയ GAD 2 തവണ റെയിൽവേ മടക്കി അയക്കുകയും സംയുക്ത പരിശോധനയ്ക്ക് ശേഷം 30/12/2023 പുതുക്കിയ GAD റെയിൽവേക്ക് RBDCക്ക് സമർപ്പിക്കുകയും ചെയ്തു. സർ, 26/2/24 അതും അംഗീകാരം നൽകാതെ റെയിൽവേ മടക്കി അയച്ചു. സർ, SV ലോഡിംഗ് പ്രകാരമുള്ള RDSO അംഗീകൃത GAD ഡ്രോയിങ് വേണമെന്നതാണ് റെയിൽവേയുടെ ആവശ്യം. സർ, ഈ നിബന്ധന അവർ മുന്നോട്ട് വയ്ക്കുമ്പോഴും അത്തരത്തിലുള്ള ഡ്രോയിങ് RDSOയിൽ നിലവിലേ ഇല്ല. സർ, നിലവിലില്ലാത്ത ഡ്രോയിങ്ങാണ് റെയിൽവേ ആവശ്യപ്പെടുന്നത്. സർ, അത് ലഭ്യമാക്കുന്നതുവരെ വ്യവസ്ഥകൾക്ക് വിധേയമായി GAD അംഗീകരിക്കാമെന്ന് പിന്നീട് റെയിൽവേ അറിയിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 1 വർഷത്തോളം ആവുന്നു. സർ, നാളിതുവരെ ഉല്ലാൽ മേൽപ്പാലത്തിൻ്റെ GAD റെയിൽവേ അംഗീകാരം നൽകിയിട്ടില്ല. സർ, ഈ അംഗീകാരം നൽകാത്ത പാലത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഓൺലൈനിലൂടെ നിർവഹിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. സർ, ഈ സാഹചര്യത്തിൽ പരൂർ ഉല്ലാൽ റെയിൽവേ മേൽപ്പാലത്തിന് GADക്ക് അംഗീകാരം ലഭിക്കുന്നതിന് റെയിൽവേയിൽ ആവശ്യമായ ഇടപെടൽ നടത്തുന്നതിനും തുടർ നടപടികൾ കൈക്കൊള്ളുന്നതിനും ഒരു പ്രധാന ഉദ്യോഗസ്ഥനെ പ്രത്യേകം നിയമിച്ച് നടപടികൾ സ്വീകരിച്ച് ഈ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണം. സർ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി. സാർ, ഉല്ലാൽ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശ്രീ GS ജയലാൽ ഈ സഭയിൽ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. സാർ, അക്കാര്യം പ്രത്യേകമായിട്ട് ഇടപെടുകയും ROB യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം ആദ്യം ഈ വിഷയം ഉന്നയിക്കുമ്പോൾ പദ്ധതി റെയിൽവേ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ പിന്നീട് MLA ഉൾപ്പെടെയുള്ളവരുടെയും സർക്കാരിൻ്റെയും നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് റെയിൽവേ പ്ലാനിൽ ഉൾപ്പെടുത്തി. പിന്നീട് GAD അംഗീകാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നത്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ അവിടെ ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ RBDCയുടെ നേതൃത്വത്തിൽ റെയിൽവേയുമായി പ്രത്യേകമായി യോഗം ചേരുകയും GADയുടെ കാര്യത്തിൽ ചില ധാരണകൾ എത്തുകയും ചെയ്തു. റെയിൽവേ അറിയിച്ച തിരുത്തലോടുകൂടിയുള്ള തിരുത്തലോട് കൂടിയിട്ടുള്ള രേഖ GAD റെയിൽവേയിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. RBDCക്ക് മാനേജിംഗ് ഡയറക്ടർ കാര്യത്തിൽ ഫോളോ അപ്പുകൾ നടത്തുന്നുണ്ട്. വേഗത്തിൽ റെയിൽവേ അംഗീകാരം ലഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി തറക്കല്ലിടുക ഉൾപ്പെടെ ചെയ്ത സാഹചര്യത്തിൽ ഇതെല്ലാം കൂടി അവിടെ ശ്രദ്ധയിൽപ്പെടുത്തി GADക്ക് അംഗീകാരം റെയിൽവേയിൽ നിന്ന് ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ലഭ്യമായ ഉടനെ തന്നെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കാനാവുകയും ചെയ്യുമെന്ന് അറിയിക്കുക.